സമുദ്രത്തിന്റെ അഗാധമായ ഇരുട്ടിൽ ചൈന യഥാർത്ഥത്തിൽ എന്താണ് തിരയുന്നത്? അവിടെ നടക്കുന്നത് എന്താണെന്ന് മറ്റ് ലോകശക്തികൾക്ക് പോലും ഇപ്പോഴും ഒരു പിടിയുമില്ല. ഇത് ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് തൊട്ടു താഴെ, എന്നാൽ നമ്മളിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഒരു അന്യഗ്രഹത്തെ പോലെ തോന്നിപ്പിക്കുന്നൊരിടം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11,000 മീറ്റർ താഴെയാണിവിടം. അവിടെ സൂര്യപ്രകാശമില്ല, പകരം നിത്യമായ അന്ധകാരം മാത്രം. മുകളിൽ നിന്നുള്ള ജലത്തിന്റെ മർദ്ദം ഒരു മനുഷ്യന്റെ എല്ലുകൾ വരെ നിമിഷനേരം കൊണ്ട് പൊടിച്ചു കളയാൻ പര്യാപ്തമാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ അതിനേക്കാൾ എത്രയോ അടുത്തുള്ള ഈ ആഴങ്ങൾ ഇന്നും നമുക്ക് അജ്ഞാതമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു രാജ്യം ഈ ആഴങ്ങൾ കീഴടക്കാൻ തീവ്രമായി ശ്രമിക്കുന്നു. അത് കേവലം ശാസ്ത്ര പര്യവേഷണത്തിന് വേണ്ടി മാത്രമല്ല. ചൈന സമുദ്രത്തിലേക്ക് ആഴക്കടൽ റോബോട്ടുകളുടെ വലിയൊരു നിര തന്നെ അയക്കുന്നു. സമുദ്രാന്തർഭാഗങ്ങളിൽ താവളങ്ങൾ നിർമ്മിക്കുന്നു. മറ്റാരും എത്തുന്നതിന് മുൻപ് സമുദ്രത്തട്ടിലുള്ള നിഗൂഢമായ നിധികൾ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അമേരിക്ക തങ്ങളുടെ സമുദ്ര പഠന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ ചൈന ചരിത്രത്തിൽ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ നിക്ഷേപം ഇവിടെ നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ നിഗൂഢതയുടെ അടിത്തട്ടിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്? പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇതാണ്. ഭൂമിയിലെ അവസാനത്തെ അതിർത്തി എന്ന് വിളിക്കാവുന്ന ഈ പ്രദേശം ഇന്നും നമുക്ക് ഒരു അടഞ്ഞ അധ്യായമാണ്. കരയിലെ ഓരോ ഇഞ്ച് സ്ഥലവും നമ്മൾ സാറ്റലൈറ്റുകൾ വഴി നിരീക്ഷിക്കുമ്പോഴും നമ്മുടെ കാലിനടിയിൽ മൈലുകളോളം ആഴത്തിൽ പരന്നുകിടക്കുന്ന ഈ ഇരുണ്ട സാമ്രാജ്യം ഇന്നും അദൃശ്യമായി തുടരുന്നു. ചൈനീസ് കൃത്രിമ സൂര്യനെക്കുറിച്ചും ഡാരിയൻ ഗ്യാപ്പിനെക്കുറിച്ചും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതിനേക്കാൾ വലിയൊരു രഹസ്യം ഈ അഗാധതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഭാവിയിലെ വലിയ കണ്ടെത്തലുകൾക്ക് വഴിതെളിക്കുമോ? അതോ ലോകത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള രഹസ്യങ്ങളാണോ ഈ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഇത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അനന്തമായ ബഹിരാകാശത്തെക്കുറിച്ച് നമുക്കുള്ള അറിവ് പോലും ഭൂമിയിലെ ഈ ആഴങ്ങളെക്കുറിച്ച് നമുക്കില്ല എന്നതാണ് സത്യം. നമുക്ക് പരിശോധിക്കാം. ഫിലിപ്പീൻസിന് കിഴക്കായി പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ കൂറ്റൻ അഗാധ ഗർത്തമാണ് മെരിയാന ട്രഞ്ച്. വടക്കേ അമേരിക്കയേക്കാൾ വലിപ്പമുള്ള ഈ ഗർത്തം ഭൂമിയുടെ പുറംതോടിലെ ഒരു വലിയ വിള്ളലാണ്. നമ്മൾ സമുദ്രത്തിലേക്ക് ഓരോ മീറ്റർ താഴേക്ക് പോകുന്തോറും അറിയപ്പെടുന്ന ലോകം മാറിമറിയുകയും ഭീതിജനകമായ ഒരു പുതിയ ലോകം തെളിയുകയും ചെയ്യും. 0 മുതൽ 200 മീറ്റർ വരെ. ഇതാണ് നമുക്ക് പരിചിതമായ സമുദ്രം. സൂര്യപ്രകാശം യഥേഷ്ടം ലഭിക്കുന്ന ഇടം. പവിഴപ്പുറ്റുകളും മീനുകളും തിമിംഗലങ്ങളും വരെ ഇവിടെയുണ്ട്. മനുഷ്യർക്ക് സ്കൂബ ഡൈവിംഗ് നടത്താൻ കഴിയുന്ന പരിധിയും ഏതാണ്ട് ഇവിടെ അവസാനിക്കുന്നു. 200 മുതൽ 1000 മീറ്റർ വരെ. ഇവിടെ പ്രകാശം നേർത്തുവരുന്നു. നീലനിറം പതിയെ കടും ഇരുട്ടിലേക്ക് മാറുന്നു. മർദ്ദം ഉപരിതലത്തേക്കാൾ 10 ഇരട്ടി വർദ്ധിക്കുന്നു. ഇവിടെയാണ് പാമ്പിനെ പോലെയുള്ള ഓർഫിഷും വിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിൽ തിളങ്ങുന്ന സീ ഏഞ്ചലും തുടങ്ങിയ വിചിത്ര ജീവികളെ കാണാൻ തുടങ്ങുന്നത്. പക്ഷേ ഇത് വെറും തുടക്കം മാത്രമാണ്. 1000 മുതൽ 4000 വരെ മീറ്റർ. ഇവിടെ എത്തുമ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും മാറുന്നു. സൂര്യപ്രകാശത്തിന്റെ ഒരംശം പോലും കടന്നു ചെല്ലാത്ത നിത്യമായ അന്ധകാരമാണ് ഇവിടെ. കിലോമീറ്ററുകളോളം ഭാരമുള്ള ജലപാലികൾ മുകളിൽ നിൽക്കുന്നതിനാൽ സങ്കൽപ്പിക്കാവുന്നതിനും അപ്പുറമുള്ള മർദ്ദമാണ് ഈ ആഴങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇവിടെയുള്ള ജീവികൾ സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കുന്ന ബയോലുമിനസൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. 6 മീറ്റർ വരെ കൈകളുള്ള ബിഗ് ഫിൻ സ്ക്വിഡും നിഗൂഢമായ രീതിയിൽ ഒഴുകി നടക്കുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ മർദ്ദം ഉപരിതലത്തേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. 4000 മുതൽ 6000 വരെ മീറ്റർ. ഇതിനെ അഗാധം എന്ന് വിളിക്കുന്നു. മരണമുറപ്പായിടം.
ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ജൈവ അവശിഷ്ടങ്ങൾ അഥവാ മെറീൻ സ്നോ മാത്രമാണ് ഇവിടുത്തെ ഏക ഭക്ഷണ സ്രോതസ്. പക്ഷേ ഇതിന് താഴെ ഒരു ലോകമുണ്ട്. അതാണ് ഏറ്റവും അതിശയകരവും ഭയാനകവും. 6000 മുതൽ 11,000 വരെ മീറ്റർ ഹേഡാൽ സോൺ. ഗ്രീക്ക് പുരാണങ്ങളിലെ പാതാളത്തിന്റെ ദൈവമായ ഹേഡീസിന്റെ പേരിൽ നിന്നാണ് ഈ മേഖലയ്ക്ക് പേര് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് തലകീഴായി വെച്ചാൽ പോലും ചാലഞ്ചർ ഡീപ്പിന്റെ തറയിലെത്താൻ ഇനിയും 2 കിലോമീറ്റർ കൂടി ബാക്കി നിൽക്കും. ഇവിടെ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ശാസ്ത്രജ്ഞരെ പോലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊടും ഇരുട്ടിനെയാണ് ചൈന ഇപ്പോൾ തങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുന്നത്. ചൈനയുടെ ഫെൻഡോസെ എന്ന സബ്മേഴ്സിബിൾ ഈ ആഴത്തിലേക്ക് പതിവായി യാത്രകൾ നടത്തുന്നു. ലോകം മുഴുവൻ ബഹിരാകാശത്തേക്ക് നോക്കുമ്പോൾ ചൈന താഴേക്ക് നോക്കുന്നത് എന്തുകൊണ്ടാണ്? അവരവിടെ എന്താണ് നിർമ്മിക്കുന്നത്? എന്തിനാണ് ചൈന ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ഭീമമായ നിക്ഷേപം ഇവിടെ ചിലവാക്കുന്നത്? കേവലം ശാസ്ത്രപരമായ കൗതുകം മാത്രമല്ല ഇതിന് പിന്നിൽ. ഇതിന് കൃത്യമായ 4 സാമ്പത്തിക സൈനിക കാരണങ്ങളുണ്ട്. ഇവയിൽ ചിലത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനും വ്യത്യസ്തമായിരിക്കും. 1. ഊർജ സ്രോതസ്സുകൾ. ഭാവിയിലെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മീഥേൻ ഹൈഡ്രേറ്റ് അഥവാ ഫയർ ഐസ് ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്. ഐസ് കട്ട് പോലെ ഇരിക്കുന്ന ഇതിനെ കത്തിക്കാൻ സാധിക്കും. ഖനനം ചെയ്യാൻ അതീവ ദുഷ്കരമായ ഈ ഇന്ധനം സ്വന്തമാക്കാൻ ചൈന ആഴക്കടൽ ഡ്രില്ലിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് വിജയിച്ചാൽ ചൈനയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജശക്തിയായി മാറാൻ സാധിക്കും. 2. ലോഹ നിക്ഷേപങ്ങൾ. ഇതാണ് യഥാർത്ഥ നിധി. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാനാവശ്യമായ കൊബാൾട്ട്, നിക്കൽ, ചെമ്പ്, അപൂർവ ലോഹങ്ങൾ എന്നിവ സമുദ്രത്തിന്റെ തറയിൽ ഉരുളക്കിഴങ്ങ് വലിപ്പമുള്ള കല്ലുകളായി ചിതറിക്കിടക്കുന്നുണ്ട്. കരയിലുള്ള ഖനികളേക്കാൾ 10 ഇരട്ടി മൂല്യമുള്ള നിധികളാണിതൊക്കെ. ഈ ബ്ലൂ ഇക്കണോമി കൈപ്പിടിയിലൊതുക്കുന്നതിലൂടെ ലോകവിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാമെന്ന് ചൈന കണക്കുകൂട്ടും. 3. സമുദ്രാന്തർ താവളങ്ങൾ. 2000 മീറ്റർ മുതൽ 5000 മീറ്റർ വരെ താഴ്ചയിൽ ശാസ്ത്രജ്ഞർക്ക് മാസങ്ങളോളം താമസിക്കാൻ കഴിയുന്ന സ്ഥിരം സ്വർണ്ണ കണ്ണാടി സ്റ്റേഷനുകൾ ചൈന വിഭാവനം ചെയ്തു. ചൈനീസ് ഭരണകൂടം ഇതിനെ ഹാഡൽ പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നു. ഇത് ബഹിരാകാശ നിലയം പോലെ പ്രവർത്തിക്കും. കടലിനടിയിൽ നിന്നുള്ള ശാസ്ത്രീയ നിരീക്ഷണത്തിനും സമുദ്ര പഠനത്തിനും ഇത് ചൈനയെ സഹായിക്കും. 4. ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ നിയന്ത്രണം. ഇന്ന് ലോകത്തിലെ ഇന്റർനെറ്റ് ഡാറ്റയുടെ 95% കടന്നുപോകുന്നത് സമുദ്രത്തിനടിയിലുള്ള ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ വഴിയാണ്. ചൈന വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക ആഴക്കടൽ റോബോട്ടുകൾക്ക് ഈ കേബിളുകളുമായി സമ്പർക്കം പുലർത്താനും അവയുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്നു. ആഗോള വാർത്താവിനിമയ ശൃംഖലയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. ഒരു സംഘർഷാവസ്ഥയിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബന്ധങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നത് ആഗോളതലത്തിൽ വലിയ സുരക്ഷാ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഡാരിയൻ ഗ്യാപ്പിലെ സുരക്ഷാ വെല്ലുവിളികൾ ലോകത്തെ വിറപ്പിച്ചതുപോലെ തന്നെ ആഴക്കടലിലെ ഈ അദൃശ്യ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ചൈനയെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാക്കി മാറ്റുകയാണ്. എന്നാൽ ഈ കടന്നുകയറ്റത്തിന് ഒരു വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല ചൈനയുടെ കടലിനടിയിലെ സാമ്രാജ്യം. ഹെഡൽ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ചൈനയുടെ അത്യാധുനിക ഡ്രോണുകൾ സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ വിള്ളലുകളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള വിചിത്രമായ ജീവരൂപങ്ങളെയും ധാതുക്കളെയും മാപ്പ് ചെയ്യുകയാണ്. ഇവിടെ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾക്കും ജീവികൾക്കും കഠിനമായ ചൂടിനെയും മർദ്ദത്തെയും അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. ഇവയുടെ ജനിതക ഘടന പഠിക്കുന്നതിലൂടെ പുതിയ മരുന്നുകളും ബയോടെക്നോളജി വിപ്ലവവും സൃഷ്ടിക്കാമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. കൂടാതെ ചൈന പണിയുന്ന സമുദ്രാന്തർ സ്റ്റേഷനുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് സമുദ്രത്തിലൂടെ നീങ്ങുന്ന ഏതൊരു വിദേശ മുങ്ങിക്കപ്പലിനെയും നിമിഷനേരം കൊണ്ട് തിരിച്ചറിയാൻ സഹായിക്കും. അതായത് സമുദ്രം ഇപ്പോൾ കേവലം ജലത്തിനടിയിലുള്ള ലോകമല്ല, മറിച്ച് ചൈനയുടെ ഡിജിറ്റൽ കണ്ണുകൾ നിരീക്ഷിക്കുന്ന
ഒരു തന്ത്രപരമായ പ്രാധാന്യമുള്ള മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ ആകാശത്തു നിന്ന് നൽകുന്ന വിവരങ്ങളെക്കാൾ കൃത്യതയോടെ സമുദ്രത്തിനടിയിലെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ ഈ സ്റ്റേഷനുകൾക്ക് സാധിക്കും. ശാസ്ത്രീയ പര്യവേഷണങ്ങൾക്കൊപ്പം ചൈന വികസിപ്പിച്ചെടുക്കുന്ന ഈ വിപുലമായ സമുദ്ര നിരീക്ഷണ ശൃംഖലയെ മറ്റ് ലോകരാജ്യങ്ങൾ വലിയ ജാഗ്രതയോടും ആശങ്കയോടും കൂടിയാണ് ഇപ്പോൾ വീക്ഷിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ ബജറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും ബഹിരാകാശ പദ്ധതികളിലേക്കും തിരിച്ചപ്പോൾ ചൈന നടത്തിയ ഈ ആഴക്കടൽ നീക്കം ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതിനെ ന്യൂ കോൾഡ് വാർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിളിക്കുന്നത്. നേരത്തെ നമ്മൾ ചൈനയുടെ ആർട്ടിഫിഷ്യൽ സൺ വീഡിയോയിൽ കണ്ടതുപോലെ പുറം ലോകത്തെ ആശ്രയിക്കാതെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ തന്ത്രം. പക്ഷേ ഈ ആർത്തി സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. ആഴക്കടൽ ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കനത്ത ചെളിയും അവശിഷ്ടങ്ങളും സമുദ്രജലത്തെ മലിനമാക്കും. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ഇവിടുത്തെ ജീവജാലങ്ങൾ ഈ മാറ്റങ്ങളെ അതിജീവിക്കില്ല. ഒരു വശത്ത് വികസനവും ഊർജവും, മറുവശത്ത് സമുദ്രത്തിന്റെ നാശം. ആഴക്കടലിലെ ഈ ഗോൾഡ് റഷ് മനുഷ്യരാശിയുടെ വിനാശത്തിനാണോ അതോ വളർച്ചയ്ക്കാണോ വഴിതെളിക്കുക? ഡാരിയൻ ഗ്യാപ്പിലെ വനനശീകരണം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇവിടെയും പ്രകൃതിയുടെ വലിയൊരു പങ്ക് ചൈനയുടെ വികസന കുതിപ്പിൽ ഹോമിക്കപ്പെടുകയാണ്. സമുദ്രത്തിന്റെ താളം തെറ്റിയാൽ അത് ആഗോള കാലാവസ്ഥയെയും ബാധിക്കും. ചൈന കേവലം സമുദ്ര പര്യവേഷണം നടത്തുകയല്ല, മറിച്ച് ഭൂമിയുടെ സകല വിഭവങ്ങളും നിയന്ത്രിക്കാനുള്ള ദീർഘകാല പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. എന്നാൽ നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ചൈന ഭൂമിയിലെ ആഴങ്ങൾ മാത്രമല്ല, ചന്ദ്രനിലെ കൂറ്റൻ ലാവ ട്യൂബുകളെയും ഗർത്തങ്ങളെയും കുറിച്ച് അതീവ രഹസ്യമായി പഠിച്ചു വരികയാണ്. മരിയാന ട്രെഞ്ചിലെ കൊടും മർദ്ദത്തിലും ഇരുട്ടിലും ഒരു സ്റ്റേഷൻ പണിയാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ ചന്ദ്രനിലെ ഇരുണ്ട ഗർത്തങ്ങളിൽ ഒരു ഭൂഗർഭ നഗരം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ അവർ കണ്ടെത്തിയ ആ നിഗൂഢമായ കാര്യം ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകുന്നതാണോ? അതോ ചന്ദ്രനിലെ തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ചൈനീസ് ശാസ്ത്രജ്ഞർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? സമുദ്രത്തിന്റെ അഗാധതയിൽ അവർ പരീക്ഷിച്ച സാങ്കേതിക വിദ്യ അടുത്തതായി പരീക്ഷിക്കപ്പെടുക ചന്ദ്രനിലാണോ? പക്ഷേ ഇതിലേറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഭൂമിയുടെ അടിത്തട്ടിലെ ഈ പോരാട്ടം അവസാനിക്കുന്നത് ചന്ദ്രന്റെ ഇരുണ്ട ആഴങ്ങളിലായിരിക്കുമോ? ചൈനയുടെ അടുത്ത മിഷൻ മൂൺ ബേസ് ലക്ഷ്യമിടുന്നത് എന്താണ്? ആ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.